ധാരാളം കുട്ടികൾ പങ്കെടുത്തു. വളരെയും കുട്ടികൾക്ക് സന്തോഷമുണ്ടായി. അവർക്കെല്ലാം ഒരു അഭിവൃദ്ധി ഉണ്ടായെന്ന് പറയാൻ പറ്റും. പക്ഷെ പിന്നീട് നമ്മൾ ആലോചിച്ചു കുറച്ചുകൂടിയും വലിയ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം അവർക്ക് പിന്നീട് ഫോളോ അപ്പ് ചെയ്യാൻ കുറേ ഈസി ആയിരിക്കും. കുട്ടികളെ ഫോളോ അപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ദേ ആർ ഡിപെൻഡന്റ് ഓൺ ദിയർ പാരന്റ്സ്. അപ്പോൾ പാരന്റ്സിന്റെ സഹായം ഇല്ലാണ്ട് അവർക്ക് ഒരിക്കലും നമ്മുടെ ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കഴിഞ്ഞ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് പ്രകാരം കുട്ടികൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾ തുടക്കം വന്നിരുന്നു, പക്ഷെ അതിന് ശേഷം അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സോ ദേ സ്റ്റോപ്പ് കമ്മിങ് ടു നാംഘട്ട. കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അതായിരിക്കില്ല. അവർ once they come, they can, if they like the program, if they are spiritually motivated, and then they can continue to associate with us എന്നുള്ളൊരു സങ്കല്പം, എന്നുള്ള വിശ്വാസം. കാരണം ഇത് ഓൾസോ പ്രൂവൺ തിങ് ഓൾസോ. ഇസ്കോന്റെ പല മേജർ സിറ്റീസിലും ഇത് നടത്തുന്നതാണ്. ഫോർ എക്സാമ്പിൾ അഭിലാഷ് പ്രഭു എല്ലാം അതിന്റെ പ്രൊഡക്റ്റ് ആണ്, യൂത്ത് മൂവ്മെന്റിന്റെ പ്രൊഡക്റ്റ് ആണ് അദ്ദേഹം. അപ്പൊ കുറെ കുട്ടികൾ അത് അട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അവർക്ക് ഇതിലേക്ക് കൃഷ്ണ കോൺഷ്യസിലേക്ക് വരാൻ വളരെ എളുപ്പമായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യണം. അങ്ങനെ നമുക്കിപ്പോ കഴിഞ്ഞ 6 മാസം കുറച്ച് യങ്സ്റ്റേഴ്സിന്റെ ടീമൊക്കെ ആയപ്പോൾ അവർക്കും വളരെ എന്തൂസിയാസം തോന്നി. അങ്ങനെ നമ്മളൊരു ബ്രോഷർ ഉണ്ടാക്കി. ബ്രോഷർ എടുത്ത് നമ്മൾ പല കോളേജസിലൊക്കെ 2 ദിവസമായിട്ട് ഞങ്ങൾ പലതിലും പോയി ചെയ്തിട്ട് ദെൻ കുറേ അധികം ആൾക്കാരെ കണ്ടു. അവരുടെ എല്ലാം ഇൻഫോം ചെയ്തു. അവരുടെ എല്ലാം മെയിൽ ഐ ഡിയും ഫോൺ നമ്പേഴ്സും വാങ്ങിച്ച് ഫോളോ അപ്പ് ചെയ്തു. അതിനിടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഡേറ്റ് മാറ്റേണ്ടി വന്നു. 22nd, 21st and 22nd നമ്മൾ ആദ്യത്തെ ഇനീഷ്യൽ ഡേറ്റ്സ്. അത് 27, 28 and March 1st അതിലേക്ക് നമ്മൾ നീട്ടേണ്ടി വന്നു. എന്നിരുന്നാലും നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന നിലയിൽ നമുക്ക് അത്രത്തോളം enthusiasm കിട്ടിയില്ല. ബട്ട് വി എക്സ്പെക്ടഡ് ദാറ്റ് ഓൾസോ. അപ്പോ ഇന്നിപ്പോ ഒരു 5-6 കുട്ടികൾ വരുന്നുണ്ടാവും. നാളെ ഒരു 6 സ്റ്റുഡൻസ് 8 സ്റ്റുഡൻസ്. അപ്പോൾ മേ ബി വി ഹാവ് at the end of the day, at the end of the course, maybe have some 15 to 20 students. For the beginning, I think that's very good number. And once ഈ കുട്ടികൾ ഇത് നമ്മൾ വാട്ട് വി ആർ ഗിവിംഗ് ദം, വാട്ട്സ് ദ പ്രൊഡക്റ്റ് വി ആർ ഗിവിംഗ് ദം എന്നുള്ളത് നമുക്ക് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ there will be a good influence on other students also, and there's a good feedback. And based on that feedback, I think when we are conducting the program next time, there will be more people coming in for the program. ടൈമിങ്ങിനും ഞങ്ങൾ കുറച്ച് പ്രശ്നം വന്ന കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഏതാണ് നല്ല ടൈം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലാ കോളേജിലും എപ്പോഴും പ്രോഗ്രാംസ് ആണ്, എപ്പോഴും എക്സാംസ് ആണ്, മോഡൽ എക്സാംസ് ആണ്, ഇന്റേണൽ അസസ്മെന്റ് ആണ്, യൂണിവേഴ്സിറ്റി എക്സാംസ് ആണ്. ഇതുകൂടാതെ അവർക്ക് കുറെ ഫെയർസ് ഉണ്ട്, കുറെ എക്സിബിഷൻസ് ഉണ്ട്. ഇതെല്ലാം എസ്പെഷ്യലി പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആകുമ്പോൾ അവർക്ക് അത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും ഏതാണ് ഫ്രീ ടൈം നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫെബ്രുവരി സെലക്ട് ചെയ്തപ്പോൾ നോക്കണം ഫെബ്രുവരി അത്രത്തോളം നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം എല്ലാം മനസ്സിലാക്കി. ബട്ട് സ്റ്റിൽ അടുത്ത വർഷം നമ്മളത് കുറച്ചുകൂടി ജാനുവരി ആണ് സ്യൂട്ടബിൾ എന്ന് പറയുന്നുണ്ട്. മേ ബി ജാനുവരി ഓർ മേ ബി ഓഗസ്റ്റ്. We may think of doing a program in August also, so that by the time our Janmashtami program comes up, we can have more students with us. So, ഇതാണ് ഇന്നത്തെ പൊസിഷൻ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 3 ദിവസത്തെ പ്രോഗ്രാമാണ്. Today, tomorrow and day after tomorrow. ഈ 2 ദിവസങ്ങളുടെ സെഷൻസ് 2 lectures, 1 lecture, 2 lecture and 4 PPT, that's presentation, PowerPoint presentation ഉണ്ടായിരിക്കും. PPT ചെയ്യുന്നത് ഞാനും അഭിലാഷ് പ്രഭു, ലെക്ചർ ചെയ്യുന്നത് വിജേഷ് പ്രഭു ആണ്. ഇന്നത്തെ ഷെഡ്യൂൾ ഫസ്റ്റ് പ്രോഗ്രാം ഇനോഗ്രേഷൻ ശേഷം PPT വൈ വി ആർ ആങ്കർ മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. അതിനുശേഷം മോഡേൺ ഡേ ശൂർപ്പണഖ എന്നുള്ള ഒരു പ്രോഗ്രാം ലെക്ചർ ബൈ വിജേഷ് പ്രഭു. Then afternoon session there will be another PowerPoint presentation from Abhilash. Then we'll have some kirtans and maybe we'll discuss today a bit early also, 4 o'clock, maybe around 4 o'clock. അതിനുശേഷം നാളെ ഇതേപോലെ ചെയ്യും. മറ്റന്നാൾ കൾമിനേഷൻ ഡേ we'll have a regular program along with our Namata. Regular program ഇപ്പം ഈ സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം ഉണ്ടാവും. And the students can have feel of what is the devotional service also. First, what is the philosophy? We will try to tell them what is soul, what is body, and what is the ultimate destination. In the general idea conversation, how we can serve Krishna in the Lana Namata devotional service. That we are doing in our Nahamata every Sunday. Arati, bhajans, kirtans, idellam cheyumbo avarku they have a taste of what is Krishna consciousness all about. Nobody verumbo adana nammal ingane choose today Friday, Saturday and Sunday. Sunday His Grace Ramnath Singh Das varundarikkum, and we'll have a good program on Sunday also. So in ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ഔപചാരികമായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രീ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ TS രാമകൃഷ്ണൻ അവർ ക്ഷണിക്കുകയാണ്. ഈ സോ ഡീപ്പ് ഇൻ ടു കൃഷ്ണ കോൺഷ്യസ് നൗ ഡേയ്സ്. ഒരു കഴിഞ്ഞ 6 മാസത്തിൽ ഇത്രയും ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഫോർവേഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു ഡിവോട്ടി ഞാൻ കഴിഞ്ഞ ഒരു 14 വർഷത്തിൽ എനിക്ക് എക്സ്പീരിയൻസിൽ ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവോട്ടി ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഈ സോ കമ്മിറ്റഡ് ആൻഡ് സോ മച്ച് ഇൻ ടു ചാൻറ്റിങ്.
അപ്പോൾ നമ്മുടെ ഹരികൃഷ്ണ ചാൻഡേഴ്സ് ക്ലബിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം റൈറ്റ് പേഴ്സൺ ടു ഇനോഗ്രേറ്റ് ദിസ് പ്രോഗ്രാം. സോ ഐ റിക്വസ്റ്റ് യു ഹംബ്ലി ടു കം ആൻഡ് ഇനോഗ്രേറ്റ് ദിസ് പ്രോഗ്രാം. ഹരേ കൃഷ്ണ.